കെ സുരേന്ദ്രൻ എന്ന ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നു എന്നതുകൊണ്ട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുമെന്ന് സുരേന്ദ്രൻ പോലും പ്രതീക്ഷിക്കുന്നില്ല. അവിടുത്തെ എതിർ സ്ഥാനാർത്ഥിക്ക് പറയാം, വയനാടിന്റെ റിസൾട്ട് നമ്മൾ ആരും നോക്കുന്നില്ല, ഭൂരിപക്ഷമാണ് വയനാടിനെ കുറിച്ച് ആളുകൾ ആശങ്കപ്പെടുന്നത്. കാരണം അത് വളരെ കൃത്യമാണ്, അത് ശരിയുമാണ്. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ സ്വീകാര്യത കൊടുക്കേണ്ടതാണ്. ഞാൻ അതിനെ യോജിക്കുന്ന ആളാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഇവർ ചോദിക്കുന്ന പോലെ അവരെന്തുകൊണ്ട് അദ്ദേഹം അമേഠിയിൽ മത്സരിച്ചില്ല, വേറെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മത്സരിക്കുന്നത് മാത്രമല്ല, ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിൽ കുറച്ച് നേതാക്കന്മാരേ ഉള്ളൂ അങ്ങനെ സ്വീകാര്യതയുള്ള ഇയാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായും രാഹുലിന് സ്വന്തം മണ്ഡലത്തിൽ കൂടുതൽ സമയം നിൽക്കേണ്ട ഒരു സ്ഥിതി വരരുത് എന്നുകൂടി വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ നേതാക്കന്മാർ അങ്ങനെയാണ്, ഏറ്റവും സേഫസ്റ്റ് മണ്ഡലത്തിലാണ് നേതാവ് മത്സരിക്കുക, കാരണം ബാക്കി സ്ഥലങ്ങളിൽ പോകണം. അതുകൊണ്ട് വയനാട് സേഫാണ്. കെ സുരേന്ദ്രൻ വയനാട്ടിൽ വന്നതുകൊണ്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ചതിനേക്കാൾ വോട്ട് കൂടുതൽ പിടിക്കുമോ എന്ന മത്സരമാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചേക്കും. കാരണം കെ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, തുഷാർ വെള്ളാപ്പള്ളി വേറൊരു പാർട്ടിയുടെ നേതാവാണ്, സഖ്യകക്ഷിയാണ്. ആ അർത്ഥത്തിൽ ഒരു 4-5% വോട്ട് സുരേന്ദ്രൻ കൂടുതൽ പിടിച്ചേക്കും. അത് ബി.ജെ.പിയുടെ സംഘടനാ ശക്തിയാണ്. പക്ഷേ സുരേന്ദ്രൻ അവിടെ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ അതിലൊരു നെഗറ്റീവാണ് കാണുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, സുരേന്ദ്രനോ ഇവർക്ക് വേണമെങ്കിൽ പറയാം ഞാനാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ടത് എന്ന് പറയാം. നേരിട്ട് 3-ാം സ്ഥാനത്ത് വന്നാളെന്ന് കൂടി പറഞ്ഞാൽ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാവും. 3-ാം സ്ഥാനത്ത് വരുന്നുള്ള കാര്യം യാതൊരു തർക്കമില്ല. ആനി രാജ 2-ാം സ്ഥാനത്ത് വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ ഇയാൾ കേരളത്തിൽ ബി.ജെ.പി വളരാതിരിക്കുന്നതിന് കേരളത്തിലെ ലീഡർഷിപ്പാണ് എന്ന് ബി.ജെ.പി സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന് നല്ല ധാരണയുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ബി.ജെ.പിക്ക് എതിരാണെന്നുള്ളതിനോടൊപ്പം തന്നെ കൊള്ളാവുന്ന നേതാക്കന്മാർ കേരളത്തിൽ ഇല്ല എന്ന് ബി.ജെ.പിക്കാർ തന്നെ രഹസ്യമായും പരസ്യമായും പറയുന്നുണ്ട്. മര്യാദയ്ക്കുള്ള 1-2 നേതാക്കന്മാരായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചെങ്കിലും രക്ഷപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് സാധാരണ നേതാക്കന്മാരൊക്കെ ബി.ജെ.പി പ്രസിഡന്റ് ആയാൽ ഉടനെ അടുത്ത് എവിടെ ഗവർണർ ആവുക എന്നറിയില്ല. അപ്പോൾ സുരേന്ദ്രനെ ഗവർണറോ ഹൈ കമ്മീഷണറോ ആയിട്ട് വിടുമെന്നും അറിയില്ല. എന്തായാലും സുരേന്ദ്രനെ ഒഴിവാക്കാനുള്ള ഒരു ചാൻസ് എന്ന് ഞാൻ ഇതിനെ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് അനിൽ ആന്റണി വയനാട് മത്സരിക്കുകയും സുരേന്ദ്രൻ പത്തനംതിട്ട മത്സരിക്കുകയും ചെയ്തെങ്കിൽ കുറച്ചുകൂടി ലോജിക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ. കാരണം സുരേന്ദ്രൻ പത്തനംതിട്ട ഭയങ്കര വോട്ട് പിടിച്ച ആളാണ്. ഇത്തവണ വോട്ട് കിട്ടില്ലേ സുരേന്ദ്രൻ അറിയാം. പത്തനംതിട്ട എന്തായാലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് കിട്ടാൻ പോകില്ല, കാരണം ശബരിമലയും ബഹളവും പ്രശ്നമൊക്കെ. അപ്പോൾ സുരേന്ദ്രൻ നൈസായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് ഊരി. ഇനിയിപ്പോൾ വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ച് തോറ്റാലും സുരേന്ദ്രന് ഒന്നും പറയാനില്ല, രാഹുൽ ഗാന്ധിയോട് മത്സരിച്ച് തോറ്റു എന്നുള്ളൂ. അപ്പോൾ മോഡിയോട് വാരണാസിയിൽ മത്സരിച്ച് തോറ്റ ഒരാൾ മോഡിയോട് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ ധരിച്ചു പോയി മത്സരിക്കുന്നവരുണ്ടോ ചില ഫൈറ്റ്. സുരേന്ദ്രനെ ഒഴിവാക്കാൻ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന് ഒരു വഴിയാവുമോ ഇത്? അവിടെ നാണംകെട്ട തോൽവി വന്നാൽ അതിനൊരു സാധ്യത ഉണ്ടാകുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. ഇനി അദ്ദേഹത്തിന്റെ സുൽത്താൻ ബത്തേരി. ഒന്നാമത് ഈ മനുഷ്യൻ പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്താകുമ്പോൾ എന്തും പറയാം എന്ന് നമുക്ക് തോന്നാം. പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് ലോകത്ത് വേണ്ടേ, എന്തെങ്കിലും ഒരു ലോജിക്ക്. സുൽത്താൻ ബത്തേരിക്ക് പണ്ട് ഗണപതി വട്ടം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ശബരിമലയ്ക്ക് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു. ഞാനത് മാറ്റാൻ സുരേന്ദ്രൻ സമ്മതിക്കും. ശബരിമല ജൈന ക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്ന, ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. ആ ബുദ്ധക്ഷേത്രത്തിന്റെ പേര് ശബരിമലയ്ക്ക് ഇട്ടാൽ സുരേന്ദ്രൻ സമ്മതിക്കും. അപ്പൊ ഈ പഴയ പേരിലേക്ക് പോകണമെന്ന് പറയുന്ന കാര്യം എന്താ? പിന്നെ ടിപ്പു സുൽത്താനെ കുറിച്ച്, ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിന് ആകെയുള്ള ഒരു പ്രശ്നം അദ്ദേഹം മുസ്ലിം ആയിരുന്നു എന്നുള്ള വാദമാണ്. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത് വളരെ ധീരമായി പോരാടിയ ആളാണ് എന്ന് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം കെ.ആർ. മൽക്കാനി എന്ന് പറയുന്ന RSSന്റെ നേതാവ് തന്നെ എഴുതിയതുപോലെ ടിപ്പു സുൽത്താൻ ധീരനായ പോരാളിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ബ്രിട്ടീഷുകാരുമായി ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നുവെങ്കിൽ മൈസൂരിൽ സാമന്ത രാജാവായി തുടരാമായിരുന്നു. തിരുവിതാംകൂർ രാജാവിന്റെ പോലെ, കൊച്ചി രാജാവിന്റെ പോലെ സാമന്ത രാജാവായി തുടരാമായിരുന്നു. ബ്രിട്ടീഷുകാരായിട്ട് സഖ്യം ചെയ്താൽ മതി, അദ്ദേഹത്തിന് ഒരു ദോഷം ഉണ്ടാവില്ല. കാരണം ബ്രിട്ടീഷുകാരെ അദ്ദേഹത്തിന് സമ്മതിക്കും. പക്ഷേ അന്ന് മലബാർ ടിപ്പുവിൻ്റെ കയ്യിൽ ഇരുന്നതന്നെയാണ്. ബ്രിട്ടീഷുകാരായിട്ട് എഗ്രിമെന്റ് ആവുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് പോയതാണ്. അതുകൊണ്ടാണ് ഇന്ന് ടിപ്പുവിന്റെ ചെറുമക്കൾക്ക്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൽക്കട്ടയിൽ റിക്ഷ വലിച്ച് ജീവിക്കേണ്ടി വന്നത് എന്നാണ് RSS നേതാവ് കെ.ആർ. മൽക്കാനി എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, സുരേന്ദ്രൻ ഈ ടിപ്പു സുൽത്താനെതിരെ പറയുമ്പോൾ അദ്ദേഹം വിചാരിച്ച ഒരു മുസ്ലിം വിരുദ്ധ ഇസ്ലാമോ ഫോബിയ അല്ല അവിടെ ഉണ്ടാവുക, ഒരു ദേശസ്നേഹത്തിന്റെ ഫോബിയാണ്. ദേശസ്നേഹികൾക്കെതിരായിട്ടുള്ള ഇവരുടെ ഒരു രീതി ഉണ്ടല്ലോ. ബി.ജെ.പിയും RSSന്റെയും ചരിത്രം ഒരിക്കലും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി കാണാനേ പറ്റില്ല. ആ ഒരു സവർക്കറാണ് മാപ്പെഴുതി കൊടുത്ത സവർക്കർ ഒഴിച്ചാൽ ബാക്കി ആരും ജയിലിലും കിടന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി ഇയാൾ പറഞ്ഞതാണ് എന്ന് തോന്നുന്നത്. ഇതിലൊക്കെ ഒരു അബദ്ധമുണ്ട്. ഈ സാധനം കന്നഡയിലാക്കി കർണാടകത്തിൽ കൊടുത്താൽ
ഇപ്പോഴും കർണാടകത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഹീറോ ആണ് ടിപ്പു. ടിപ്പുവിനെ ഒരു മുസ്ലിം ഭരണാധികാരിയായിട്ടൊന്നല്ല അവിടെ കാണുന്നത്. പിന്നെ ടിപ്പു അവിടുത്തെ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ച ആളാണ്, ടിപ്പു അവിടുത്തെ സംസ്കാരത്തെ സംരക്ഷിച്ച ആളാണ്. പല കാര്യങ്ങളിലും ഇപ്പോൾ മൂകാംബിക ക്ഷേത്രമോ ശ്രീരംഗം ക്ഷേത്രമോ ഒക്കെ ഏറ്റവും വലുതാക്കിയത് ടിപ്പുവിന്റെ കാലത്താന്നുള്ളത് കർണാടകക്കാർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ ടിപ്പുവിനെ അവർ എതിർക്കില്ല. സുരേന്ദ്രൻ പറഞ്ഞത് കർണാടകത്തിൽ അറിഞ്ഞാൽ BJP കൂടി പോവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ നാളെ പാലക്കാട് കോട്ട ടിപ്പുവിന്റെ കോട്ടയാണ് പാലക്കാടുള്ളത്, അത് മാറ്റി അത് മറ്റേ കൊല്ലങ്കോട് രാജാവിന്റെ കോട്ട എന്നാക്കാൻ പറ്റും? ടിപ്പു ഇവിടുത്തെ കോട്ടയല്ലേ, ചരിത്രം അങ്ങനെയല്ലേ. ഇപ്പൊ താജ്മഹലിന്റെ നാളെ പേര് മാറ്റിയിട്ട് താജ്മഹൽ മാറ്റി അത് ഹിന്ദു രാജാക്കന്മാര് പണിതതാണ് താജ്മഹൽ എന്നും, കുത്തം മീനാർ പണിതത് ഇവിടുത്തെ ഏതൊരു ചക്രവർത്തി ആയിരുന്നു എന്നും ഒക്കെ പറയുന്ന മണ്ടത്തരം, ചരിത്രപരമായ മണ്ടത്തരം എന്ന് പറയുന്ന പോലെ ചരിത്രത്തെക്കുറിച്ചുള്ള മണ്ടത്തരമാണ്. അതുകൊണ്ട് സുരേന്ദ്രനെ പിന്നെ അത് ആരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. മാത്രമല്ല ഒരു MP, സുരേന്ദ്രൻ അവിടെ ജയിക്കില്ല, ജയിച്ചാൽ തന്നെ ഒരു MP അത് മാറ്റാൻ പറ്റില്ല. ഇവര് മാറ്റാൻ ശ്രമിച്ച് മാറ്റാൻ കഴിയാത്ത എത്ര സ്ഥലപ്പേര് ഇപ്പൊ ഇന്ത്യയിൽ ഉണ്ടെന്നറിയോ? അഹമ്മദാബാദ്, ഗുജറാത്തിൽ അഹമ്മദാബാദിന്റെ സ്ഥലപ്പേര് പോലും ഇതുവരെ മാറ്റിയിട്ടില്ല, മാറ്റാൻ ശ്രമിച്ച് നടന്നിട്ടില്ല. എന്താ കാര്യം? കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അഹമ്മദാബാദ് ഒരു വികാരമാണ്. അത് അഹമ്മദ് എന്നുള്ള ഒരു പേരുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അഹമ്മദാബാദ് എതിരാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തങ്ങൾപ്പടി എന്നുള്ളതിന് നമ്പൂരിപ്പടി എന്നാക്കും എന്ന് പറഞ്ഞ മാതിരിയുള്ള അത്തരത്തിലുള്ള വില കുറഞ്ഞ വർത്തമാനമാണ് സുരേന്ദ്രൻ പറയുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചൊരു ഫലമല്ല അത് ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണുന്നത്.